السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون. ألم تكن آياتي تتلى عليكم فكنتم بها تكذبون. قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين. ربنا أخرجنا منها فإن عدنا فإنا ظالمون. صدق الله مولانا العظيم. حب الدنيا رأس كل خطيئة. صدق رسول الله. إني بليت بأربع يرمينني بسهام قوس ما لها تفتير. إبليس والدنيا ونفسي والورى يا ربي أنت على الخلاص قدير. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമുക്കെല്ലാവർക്കും മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ നിയമ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അല്ലാഹു തുണക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നമ്മെയും കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, കഴിഞ്ഞയാഴ്ച വരെ സംസാരിച്ചു വന്ന വിഷയം അവസാനിച്ചു. ഓരോ വെള്ളിയാഴ്ചകളിലും നടത്തപ്പെടുന്ന ഖുതുബയുടെ പ്രധാന പ്രമേയം തഖ്വയാണല്ലോ. അല്ലാഹുവിനെ കുറിച്ചുള്ള ശക്തമായ ബോധവും ആ ബോധത്തോടു കൂടെയുള്ള സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ് തഖ്വ. മിനിമം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും
മുസ്ലിം സമൂഹത്തെ ഇത് ഉണർത്തിക്കൊണ്ടിരിക്കണമെന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം. എന്തേ ഓരോ ആഴ്ചയും തഖ്വയെക്കുറിച്ച് ഉണർത്തണമെന്ന് ഇസ്ലാം കൽപ്പിക്കാൻ കാരണം? മറക്കാത്ത ഒരു കാര്യം ഉണർത്തുന്നതിൽ പ്രസക്തിയില്ലല്ലോ. ഓരോ വെള്ളിയാഴ്ചയും ഖുതുബയുടെ ഘടകമായി തഖ്വ കൊണ്ട് വസിയത്താക്കുക, തഖ്വ ഉണർത്തുക, അത് വേണം, അത് അനിവാര്യമാണെന്ന് ഇസ്ലാം പറയാൻ കാരണമെന്തേ? കാരണമുണ്ട്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്ന്, ശക്തമായ അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ബോധത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും നമ്മുടെ ചിന്തയെ മാറ്റാനും നമ്മുടെ റൂട്ട് തിരിച്ചുവിടാനും ഒരുപാട് ശത്രുക്കൾ നമുക്ക് മുമ്പാകെയുണ്ട്. ഈ ശത്രുക്കളുടെ കെണികളിൽപ്പെട്ട് സാധാരണ മനുഷ്യരെല്ലാം തന്നെ തഖ്വയുടെ റൂട്ടിൽ നിന്ന് മാറാൻ വളരെ കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ തഖ്വയെ വിസ്മരിക്കരുത്, നിങ്ങൾ പരിഗണിക്കാതെ പോകരുത്, നിങ്ങൾ ആ ബോധത്തോടെ തന്നെ ജീവിക്കണമെന്ന് ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് നമ്മുടെ ചിന്തയെ മാറ്റിക്കളയുന്ന ശത്രുക്കളിൽ പ്രധാന ശത്രുക്കൾ 4 എണ്ണമാണ്. ചിന്തകനായ ഒരു ഇമാം സൂചിപ്പിച്ചതുപോലെ 4 ശത്രുക്കൾ. ആ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ, ഉപദ്രവങ്ങൾ നിരന്തരം ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നി ബുലിതു ബി അർബഇൻ നിർമീനനി ബിസിഹാമി ഖൗസിൻ മാ ലഹാ തഫ്തീറു. ആ ശത്രുക്കൾക്കൊരു ക്ഷീണമില്ല, അവർക്കൊരു വിശ്രമമില്ല. അവരുടെ ശത്രുത പ്രകടിപ്പിക്കുന്നതിൽ നിന്നൊരു സമയത്തും അവർ മാറി നിൽക്കുന്നില്ല. നിരന്തരം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ അമ്പെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ് ആ 4 ശത്രുക്കൾ? തഖ്വയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന പ്രധാന 4 ശത്രുക്കൾ ഏതാ? ഇബ്ലീസു വദ്ദുന്യാ വനഫ്സി വൽവറാ യാ റബ്ബി അൻത അലൽ ഖലാസി ഖദീറു. ഒന്ന് ഇബ്ലീസാണ്, വദ്ദുന്യ, മറ്റൊന്ന് ഈ ഐഹിക ലോകമാണ്, വനഫ്സി, എന്റെ തന്നെ മനസ്സാണ്, എന്റെ മനസ്സ്, വൽവറാ, ദുഷിച്ച ജനങ്ങളാണ്. ഈ 4 ശത്രുക്കളിൽ 3 എണ്ണവും നാം വിശദമായി പറഞ്ഞതാണ്. പിശാചിനെ കുറിച്ചും പിശാചിന്റെ വസ്വാസുകളെ കുറിച്ചും പിശാചുക്കളുടെ പ്രവർത്തന മേഖലകളെ കുറിച്ചും പിശാചുക്കൾ മനുഷ്യ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന കവാടങ്ങളെ കുറിച്ചും ഒക്കെ നാം സംസാരിച്ചതാണ്. സ്വന്തം മനസ്സ് അത് ശത്രുവാണ്. തഖ്വയിൽ നിന്ന് നമ്മെ മാറ്റുന്ന ശത്രുവാണ് സ്വന്തം മനസ്സ്. ഖുർആനിക വിവരണത്തിൽ നിന്ന് മനസ്സിന്റെ വ്യത്യസ്തമായ അവസ്ഥകൾ, നഫ്സ് അമ്മാറ, ദുഷ്പ്രേരക മനസ്സ്, നഫ്സ് ലവ്വാമ, വിമർശക മനസ്സ്, നഫ്സ് മുത്മഇന്ന, പ്രശാന്ത മനസ്സ്, ഈ വിഷയകമായൊക്കെ ആഴ്ചകൾ തന്നെ ഇവിടെ നാം പഠനം നടത്തിയതാണ്, നാം മറന്നതുമാണ്. അതും വേണമല്ലോ പറയാൻ, കാരണം മറക്കും, അതാണ് നമ്മുടെ അവസ്ഥ. എവിടെയെങ്കിലും 10 രൂപ നമുക്ക് ആരെങ്കിലും തരാനുണ്ടെങ്കിൽ നാം മറക്കൂല. ആർക്കെങ്കിലും 10 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മറക്കും. അത് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അതുപോലെ തന്നെ ദുഷിച്ച ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് പറഞ്ഞതാണ്. ഈ 4 എണ്ണത്തിൽ ഭാഗികമായി പലപ്പോഴും അല്പാൽപമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വിഷയമായി ചർച്ച ചെയ്യാത്തതാണ് അദ്ദുന്യ. അദ്ദുന്യ, ഈ ലോകം. ഈ ലോകം നമ്മുടെ ശത്രുവാകുന്നു. അതുകൊണ്ട് ഈ ലോകം എന്ത് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും. ഈ ലോകത്തെ നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ ലോകം എന്താണ് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കുക. അതിനുശേഷം മരണവും പരലോകവും നമുക്ക് ചർച്ച ചെയ്യണം. ഈ ലോകം എന്താണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് പിന്നെ മരണത്തിന് നാം സജ്ജരാവുകയുള്ളൂ. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച കിട്ടുകയുള്ളൂ. അതിനാദ്യം ഈ ലോകം, നമ്മൾ ഇപ്പോഴുള്ള ഈ ലോകത്തെക്കുറിച്ച് നാം അറിയണം, പഠിക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ലോകത്തെ ശത്രുവായി തന്നെ നാം കാണണം.
മിത്രമായി സ്നേഹിക്കുന്നത് സർവനാശത്തിന് വഴിയൊരുക്കിക്കളയും. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ഹുബ്ബുദ് ദുനിയ റഅ്സു കുല്ലി ഖതീഅത്തിൻ. ഐഹിക ലോകത്തോടുള്ള പ്രേമം എല്ലാവിധ നാശങ്ങളുടെയും അടിസ്ഥാന കാരണമാണ്. എല്ലാ തിന്മകളുടെയും എല്ലാ വൃത്തികേടുകളുടെയും അടിസ്ഥാന പോയിന്റ് ഹുബ്ബുദ് ദുനിയ, ഈ ലോകത്തോടുള്ള സ്നേഹവും താല്പര്യവുമാകുന്നു. ഇവിടെ നടക്കുന്ന കൊള്ളകളും കൊലകളും വഴക്കും പിണക്കങ്ങളും വ്യഭിചാരങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ നടക്കുന്നതിന്റെ മർമ്മപ്രധാനമായ കാരണം മനുഷ്യർക്ക് ഈ ലോകത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആകുന്നു, പരിധി വിട്ട പ്രതിബദ്ധതയാകുന്നു. അതുകൊണ്ടാണ് അവകൾ സംഭവിക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ കലാം, ഈ വിഷയകമായി വളരെ ഗഹനമായ പഠനങ്ങൾ, വിവരണങ്ങൾ നമുക്ക് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ വശീകരണ ശക്തിയാണ് ഈ ശത്രുവിന്. എല്ലാ ശത്രുക്കളുടെയും പെരുമാറ്റങ്ങൾ നമുക്ക് അരോചകമായിരിക്കുമല്ലോ. ശത്രുവിനെ കാണുന്നതും ശത്രുവിന്റെ നിലപാടും അവന്റെ പ്രവർത്തനങ്ങളും നമ്മെ വെറുപ്പിക്കുന്നതായിരിക്കുമല്ലോ. അങ്ങനെയായിരിക്കും. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുന്ന ശത്രു നമ്മെ മോഹിപ്പിക്കുന്ന ശത്രുവാണ്. നമ്മെ വശീകരിക്കുന്ന, നമ്മെ വല്ലാതെ ആകർഷിക്കുന്ന ശത്രുവാണ്. സാധാരണ ശത്രുവിനെ പോലെയല്ല ഇത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഇഹ്യയിൽ ഈ ലോകത്തെ വിവരിച്ച് പറഞ്ഞതായി കാണാം. ഇന്നദ് ദുനിയാ ഫീ സൂറത്തി ഇംറഅത്തിൻ മലീഹത്തിൻ തസ്തമീലുൻ നാസ ബിജമാലിഹാ. ഇന്നദ് ദുനിയാ, ഈ ലോകം, നിശ്ചയം ഈ ലോകം, ഫീ സൂറത്തി ഇംറഅത്തിൻ മലീഹത്തിൻ, സുന്ദരിയായ നല്ല പക്വതയുള്ള സാമർത്ഥ്യമുള്ള ഒരു പെണ്ണിനെ പോലെയാണ് ഈ ലോകം. തസ്തമീലുന്നാസ ബിജമാലിഹാ, ആ പെണ്ണ് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രദർശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ അവളിലേക്ക് ആകർഷിപ്പിക്കുന്നു. സകലരെയും ആശിപ്പിക്കുന്ന നിലവാരത്തിലുള്ള സൗന്ദര്യം ഉള്ള ഒരു പെണ്ണിനെ പോലെ. എന്നാൽ മാത്രമല്ല, അവൾക്ക് സൗന്ദര്യമുണ്ട് എന്ന് മാത്രമല്ല, വലഹാ സിർറുൻ സൂഉൻ ഖബാഇഹ് തഹ്ലികുർ റാഗിബീന ഫീ വിസാലിഹാ. അപാര സൗന്ദര്യം. തസ്തമീലുൻ നാസ ഇലൈഹാ ബിജമാലിഹാ, ആ പെണ്ണിലേക്ക് എല്ലാവരെയും അവളുടെ സൗന്ദര്യം കാണിച്ചവൾ ആകർഷിക്കുന്നു, വശീകരിക്കുന്നു. മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ സുന്ദരിയായ പെണ്ണിൽ ഒരുപാട് ദുരന്തങ്ങളുണ്ട്, മഹാരോഗങ്ങളുണ്ട്, മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നുകളയുന്ന രോഗങ്ങൾ ആ പെണ്ണിലുണ്ട്. അവളിൽ ആശ പൂണ്ട് ആകൃഷ്ടരായി അവളുമായി സന്ധിക്കുന്നവരെയെല്ലാം ആ രോഗം പിടികൂടി അവർ മരിക്കും, നശിക്കും. എന്ന് വെച്ചാൽ വർത്തമാനകാലത്ത് ഈ ഉദാഹരണം പറയുമ്പോ സുന്ദരിയായ, എയ്ഡ്സ് ബാധിതയായ, കൗശലക്കാരിയായ, സാമർത്ഥ്യക്കാരിയായ ഒരു പെണ്ണിനെ പോലെയാണ് ദുനിയാവ്. എയ്ഡ്സ് ബാധിച്ച ഒരു സുന്ദരി, അവൾ വേശ്യയാണ്, അവളെപ്പോലെയാണ് ദുനിയാവ്. വകുല്ലു മഗ്റൂരിൻ ബിഹാ ഇലദ്ദുല്ലി മസീറുഹു വകുല്ലു മുതകബ്ബിരിൻ ബിഹാ ഇലത്തഹസ്സുരി മസീറുഹു. അവളുടെ ചതിയിൽ അകപ്പെട്ടവർക്കൊക്കെ അവർ ചെന്നെത്തുന്ന മേഖല നിന്ദ്യതയുടെ മേഖലയാണ്. വകുല്ലു മുതകബ്ബിരിൻ ബിഹാ ഇലത്തഹസ്സുരി മസീറുഹു. അവളെ കല്യാണം കഴിക്കാൻ സാധിച്ച് അഹങ്കരിക്കുന്നവർ ആരുണ്ടോ, ഈ എയ്ഡ്സ് ബാധിച്ച സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് അഹങ്കരിക്കുന്നവർ ആരുണ്ടോ, ഇലത്തഹസ്സുരി മസീറുഹു, ഖേദത്തിലേക്കും ദുഃഖത്തിലേക്കുമാണ് അയാൾ നടന്നു നീങ്ങുന്നത്. ഇതുപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ. വനഈമുഹാ ലാ യുസ്മിറു ഇല്ലൻ നദമ വൽ ഹസർ.
ഈ പെണ്ണാകുന്ന ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും അനുഭൂതികളുമൊക്കെ അവസാനം ചെന്നെത്തിക്കുന്നത് നദമിലും ഹസ്രത്തിലുമാണ്, ഖേദത്തിലും വല്ലാത്ത ദുഃഖത്തിലുമാണ് ചെന്നെത്തിക്കുന്നത്. ഫഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ തയ്യാറത്തുൻ ഫറാറ. ഫഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ തയ്യാറത്തുൻ ഫറാറ. അവൾ എങ്ങനത്തവളാണെന്നറിയുമോ? ഈ ലോകം എങ്ങനത്തെ പെണ്ണാണെന്നറിയുമോ? ഫഹിയ ഖദ്ദാഅത്തുൻ മക്കാറ, വല്ലാതെ ചതിക്കുന്ന, വഞ്ചനയിൽ വീഴ്ത്തിക്കളയുന്ന, തയ്യാറത്തുൻ ഫറാറ, പെട്ടെന്ന് പറന്നകന്നു പോകുന്ന, ഓടിപ്പോകുന്ന. അവളിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ, സായുജ്യങ്ങൾ, ആനന്ദങ്ങൾ അതിന് നിലനിൽപ്പില്ല, സമയദൈർഘ്യമില്ല. ആ സുഖം കുറച്ചു നേരം കൂടെ ഞാൻ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് തൊയ്യാറ, പ്ലെയിൻ പറന്നു പോകുന്നത് പോലെ പറന്നു പോകുന്ന സുഖമാണ് അവളിൽ നിന്ന് കിട്ടാനുള്ളത്. ഇതാണ് ദുനിയാവിന്റെ വിവരണം. فإن الدنيا عدوة لله وعدوة لأولياء الله وعدوة لأعداء الله. ഐഹിക ലോകം, ഈ ലോകം, നമ്മുടെ മുന്നിലുള്ള ലോകം, ഇവിടത്തെ അവസ്ഥകൾ അദുവത്തുല്ലില്ല, അള്ളാഹുവിന്റെ ശത്രുവാണ്. വഅദുവത്തുല്ലി ഔലിയാ ഇല്ലാഹി തആല, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ശത്രുവാണ്. പ്ലസ് വഅദുവത്തുല്ലി അഅദാഇല്ലാ, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ശത്രു കൂടിയാണ്. അള്ളാന്റെ ശത്രുക്കളുടെയും ശത്രുവാണ് ഈ ലോകം. അതുകൊണ്ട് പൊതുശത്രുവാണ്. ഇബ്ലീസിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അതിലുപരിയായ ഒരു ശത്രുത ഈ ലോകത്തിന് മനുഷ്യരാശിയോടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തെളിയിക്കുന്നു. എങ്ങനെയാ അള്ളാന്റെ ശത്രുവായത്? അമ്മാ അദാവത്തുഹാ ലില്ലാഹ് ഫഇന്നഹാ ഖതഅത് ത്വരീഖ അലാ ഇബാദില്ലാഹ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസരായ ആളുകളുടെ വഴിമുടക്കിയാണ് ഈ ദുനിയാവ്. അള്ളാന്റെ ഇഷ്ടദാസന്മാരായ ഇബാദിന്റെ അടിമകളുടെ വഴിമുടക്കിയാണ്. അള്ള ഇഷ്ടപ്പെട്ട ആളെ ദ്രോഹിക്കുമ്പോ, അങ്ങനെ വഴിമുടക്കുമ്പോ, മിത്രത്തിന്റെ ശത്രു എന്ന് നാം പറയാറുള്ളത് പോലെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ മിത്രം, ആ മിത്രത്തോടൊരാൾ ശത്രുത പുലർത്തിയാൽ എനിക്ക് ആ മനുഷ്യനോട് ശത്രുതയുണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ഉണ്ടാകുന്നത് പോലെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളോട് ശത്രുത കാണിച്ച ദുനിയാവിനോട് അള്ളാഹ്ക്ക് ശത്രുതയാണ്. അതുകൊണ്ട് തന്നെ വലിദാലിക ലം യൻദുരില്ലാഹു തആല ഇലൈഹാ മുൻദു ഖലഖഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ ഭൂമിയെ, ഈ ലോകത്തെ, ദുനിയാവിനെ പടച്ചതിന് ശേഷം ലം യൻദുർ ഇലൈഹാ, പിന്നെ അതിലേക്ക് നോക്കിയിട്ടില്ല. മുൻദു ഖലഖഹാ, പടച്ചതിൽ പിന്നെ ദുനിയാവിലേക്ക് അള്ളാഹ് നോക്കിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പരിഗണനയുടെ നോട്ടം, തൃപ്തിയുടെ നോട്ടം ഈ ദുനിയാവിലേക്ക് അള്ളാഹു നോക്കിയിട്ടില്ല. അപ്പൊ അള്ളാന്റെ ശത്രു, അള്ളാഹുവിന്റെ ആളുകളുടെ ശത്രു എന്ന നിലവാരത്തിൽ അമ്മാ അദാവത്തുഹാ ലി ഔലിയാ ഇല്ലാ, അള്ളാന്റെ ഇഷ്ടക്കാരുടെ ശത്രു എങ്ങനെ ഈ ലോകം ആയത്? ഫഇന്നഹാ തസയ്യനത് ബിസീനതിഹാ, ഫഇന്നഹാ തസയ്യനത് ഇലൈഹിം ബിസീനതിഹാ. ഈ ദുനിയാവ് അതിന്റെ പ്രഭയും പകിട്ടും സൗന്ദര്യവും അള്ളാന്റെ ഔലിയാക്കൾക്കും അള്ള പൊരുത്തപ്പെട്ട ആളുകൾക്കും മുമ്പാകെ പ്രദർശിപ്പിച്ചു. അവരതിൽ പെട്ടില്ല. അവര് ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, ക്ലേശത്തോടുകൂടെ അതിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുത്തപ്പോഴും വിടാതെ ദുനിയാവി ആളുകളുടെ പിറകെ വരിക, ശല്യം ചെയ്തുകൊണ്ടേ പിറകെ വരിക. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഔലിയാക്കളുടെ എക്കാലത്തെയും ശത്രുവാണ് ദുനിയാവ്. അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ശത്രു എങ്ങനെയായത് ദുനിയാവ്? അള്ളാന്റെ ശത്രുക്കളുടെ ശത്രു എങ്ങനെയായത്? ഈ ദുനിയാവ് അതിന്റെ പ്രൗഢിയും പകിട്ടും അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും അള്ളാഹുവിന്റെ ശത്രുക്കളായ മനുഷ്യന്മാരുടെ മുമ്പാകെ വെളിവാക്കിയപ്പോ അവര് ഈ ദുനിയാവിൽ ആകൃഷ്ടരായി ദുനിയാവിനെ കെട്ടിപ്പിടിക്കുക മാത്രമല്ല നന്നായി സ്നേഹിച്ചു, സ്നേഹിക്കുക മാത്രമല്ല നന്നായി വിശ്വസിച്ചു.
എന്താ വിശ്വസിച്ചത്? ഇവൾ എന്നെ കൈവിടില്ല, കോടികൾ ഉണ്ടല്ലോ എന്റെ കയ്യിൽ, 4 കമ്പനി ഉണ്ടല്ലോ, എനിക്ക് ആരോഗ്യവും ചുറുചുറുക്കുമുള്ള 6 ചെറുപ്പക്കാർ മക്കളായിട്ട് എനിക്കുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത് പോലെ ഈ കെട്ടിപ്പിടിച്ച മനുഷ്യൻ വിചാരിച്ചു ഇവൾ എന്നെ കൈവിടില്ല, ഇവൾ എന്നോട് കൂടെയുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ വളരെ അനിവാര്യമായ ഘട്ടം വന്നപ്പോ, വളരെ അത്യാവശ്യ സമയം വന്നപ്പോ, വളരെ സഹായം ആവശ്യമായ നേരം വന്നപ്പോ ദുനിയാവെന്ന് പറയുന്ന പെണ്ണ് വഞ്ചിച്ച് കൈവിട്ടങ്ങ് ഇറങ്ങിപ്പോയി. ഫഹദലതുഹും മഹ്വജമാ കാനൂ ഇലൈഹാ. വളരെ അത്യാവശ്യമുള്ള സമയത്ത് ദുനിയാവ് വഞ്ചിക്കുന്നു. മരണനേരത്ത് വഞ്ചിക്കൂലേ? അതുവരെ മോഹന വാഗ്ദാനം തന്ന് മോഹിപ്പിച്ച് നമ്മെങ്ങനെ വശീകരിച്ച് പിടിച്ചു വെക്കും. മരണം വരുമ്പോ, ആ അവസാന ഘട്ടം വരുമ്പോ അവളങ്ങ് കൈവിട്ടു പോകുമല്ലോ. ഫഹദലതുഹും മഹ്വജമാ കാനൂ ഇലൈഹാ. വളരെ അത്യാവശ്യമുള്ള സമയത്ത്, വളരെ സഹായങ്ങൾ ആവശ്യമായ സമയത്ത് നിന്ദിച്ചുകൊണ്ട് കൈവിട്ടു പോകുന്ന അവസ്ഥ. മാത്രമല്ല സുമ്മ ഹറമതുഹുമുസ് സആദത അബദൽ ആബാദ്. ഈ ദുനിയാവ് അള്ളാന്റെ ശത്രുക്കൾക്ക് കാലാകാലവും വിജയം തകർത്തു, വിജയം നശിപ്പിച്ചു. ഹറമതുഹുമുസ് സആദ, വിജയം അവർക്ക് നിഷിദ്ധമാക്കി. ആർക്ക്? അള്ളാന്റെ ശത്രുക്കളായ മനുഷ്യർക്ക് വിജയം ഹറാമാക്കി ദുനിയാവ്. അബദൽ ആബാദ്, കാലാകാലവും അവരുടെ ജീവിതം തകർന്നു. എന്തേ തകരാൻ കാരണം? ദുനിയാവെന്ന സുന്ദരി പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ജീവിച്ചതുകൊണ്ട് തന്നെ. വഹും അലാ ഫിറാഖിഹാ യതഹസ്സറൂൻ. മരണനേരത്ത് അവളോടുള്ള വേർപാട് കാരണത്താൽ അല്ലാഹുവിന്റെ ശത്രുക്കൾ ദുഃഖിതരാണ്, ഖേദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല വഹും അലാ ഹീലത്തിഹാ യസ്തഗീസൂൻ വലാ യുവാസൂൻ. മരിച്ചു ചെന്ന് അള്ളാന്റെ മുന്നിലെത്തുമ്പോ വഹും അലാ ഹീലത്തിഹാ, ഈ ദുനിയാവിന്റെ ചതി കാരണത്താൽ യസ്തഗീസൂൻ, അല്ലാഹുവിനോട് അവർ സഹായം തേടും. പടച്ചവനെ, ദുനിയാവ് വഞ്ചിച്ചതാണ് റബ്ബേ, പടച്ചവനെ ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടതാണ് റബ്ബേ, അതുകൊണ്ട് കാക്കണേ റബ്ബേ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മറുപടി, നരകക്കാരോടുള്ള മറുപടി എന്താ? ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. ഇഖ്സഊ ഫീഹാ, മാറി നിൽക്കണടാ അവിടുന്ന്. വലാ തുകല്ലിമൂൻ, ഇന്നെന്നോട് നിങ്ങൾ മിണ്ടരുത്. അല്ലാഹു പറയാ സൂറത്തുൽ മുഅ്മിനൂൻ 103 മുതൽ 108 വരെയുള്ള വചനങ്ങൾ നോക്കൂ. സൂറത്തുൽ മുഅ്മിനൂൻ 103 മുതൽ 108 വരെയുള്ള വചനങ്ങൾ. വമൻ ഖഫത്ത് മവാസീനു ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും. ദുനിയാവിനെ പ്രേമിച്ച് ഈ ലോകത്തോട് ഇഷ്ടം പുലർത്തി, ഈ ലോകവുമായി അമിതമായ പ്രതിബദ്ധതയോടെ ഈ ലോകത്തെ കെട്ടിപ്പിടിച്ച ആളുകൾക്ക് പരലോകത്ത് നന്മയുടെ തട്ട് ഭാരരഹിതമായിരിക്കും. പരലോകത്ത് നന്മയുടെ തട്ടിന് തൂക്കമുണ്ടാവുകയില്ല. അങ്ങനെ ദുനിയാവിനെ കെട്ടിപ്പിടിച്ച ആളുകൾ അന്ത്യദിനത്തിൽ മഹ്ശറയിൽ വരുമ്പോ, അവരുടെ ഹിസാബ് നടക്കുമ്പോ, അവരുടെ നന്മ തിന്മകൾ തൂക്കുമ്പോ, വമൻ, അല്ലാഹു പറയുന്നു ഖുർആനിൽ, വമൻ ഖഫത്ത് മവാസീനു, ഒരാളുടെ തട്ട് ദുനിയാവിനെ പ്രേമിച്ച കാരണത്താൽ ഭാരരഹിതമായാൽ, ഭാരക്കുറവുണ്ടായി കഴിഞ്ഞാൽ, ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും, ആരെയും തന്നെ കുറ്റപ്പെടുത്തണ്ട, അവരൊരു കാരണവും ബോധിപ്പിക്കണ്ട. ഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും, അവർ അവരുടെ സ്വന്തത്തെ തകർത്തതാണ്, അവർ തന്നെ അവരുടെ സ്വന്തത്തെ നശിപ്പിച്ചതാണ്. ഫീ ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിൽ ജഹന്നമിൽ സ്ഥിരതാമസക്കാരായിരിക്കും. എന്നെന്നും അവരുടെ അഭയകേന്ദ്രം, പാർപ്പിടം ജഹന്നം തന്നെയായിരിക്കും. തുടർന്ന് അല്ലാഹു പറയാണ്, തുടർന്ന് അല്ലാഹു പറയുകയാണ്, സൂറത്തുൽ മുഅ്മിനൂനയിൽ കാണാം, തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. പടച്ചവനെ, എന്തൊരു വിവരണാത്! തൽഫഹു വുജൂഹഹുമുൻ നാർ, നരകത്തിലെ അഗ്നിജ്വാലകൾ
അവരുടെ മുഖത്തിലെ ചർമ്മങ്ങളെയും മാംസത്തെയും നക്കിത്തിന്നുകൊണ്ടിരിക്കും. തൽഫഹു വുജൂഹകുമുന്നാർ, നരകാഗ്നിയുടെ ജ്വാലകൾ അവരുടെ മുഖത്തുള്ള ചർമ്മങ്ങളെയും മാംസങ്ങളെയും നക്കിത്തിന്നുകൊണ്ടിരിക്കും. വഹും ഫീഹാ കാലിഹൂൻ, അന്നേരം അവർ ദുനിയാവിനെ പ്രേമിച്ച ആളുകൾ ജഹന്നമിൽ, അതേ നരകത്തിൽ പല്ലിളിച്ച നിലയിലായിരിക്കും ഉണ്ടാവുക. പല്ലിളിച്ച നിലയിലായിരിക്കും ജഹന്നമിൽ അവർ പാർക്കുക. കാലിഹ്, അറബി നാമം കാലിഹ് എന്ന പദത്തിനർത്ഥം, അറബികൾ ആടിനെ അറുത്ത് ചുട്ടു തിന്നുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആടിന്റെ തല മുറിച്ചെടുത്തുകൊണ്ട് ആടിന്റെ തല ചുട്ടെടുക്കുമ്പോ അതിന്റെ പേരാണ് കാലിഹ്. ആട്ടിൻ തല ചുട്ടെടുത്താൽ ആ വസ്തുവിനാ കാലിഹ് എന്ന് പറയാം. എന്ന് വെച്ചാൽ കരിഞ്ഞ കാരണത്താൽ, അതിന്റെ മാംസങ്ങളൊക്കെ വെന്ത കാരണത്താൽ, അതിന്റെ മുഖത്തുള്ള തൊലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കാരണത്താൽ, നീങ്ങിയ കാരണത്താൽ പല്ല് മുഴുവൻ വ്യക്തമായി കാണും. ചീർപ്പിന്റെ പല്ലുകൾ കാണുന്നത് പോലെ പല്ലുകൾ മുഴുവൻ വ്യക്തമായി കാണും. അതാണ് കാലിഹ് എന്ന തല. അല്ലാഹ് പറയുന്നു വഹും ഫീഹാ കാലിഹൂൻ, ഈ ഒരവസ്ഥയായിരിക്കും നരകത്തിൽ. നരകാഗ്നിയുടെ ജ്വാലകൾ അവരുടെ മുഖത്തേക്ക് വന്ന് നക്കി തിന്നു കഴിഞ്ഞാൽ സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് വിവരിച്ചുകൊണ്ട് പറഞ്ഞത് ഹദീസിൽ കാണാം. ഇന്ന ജഹന്നമ ലമ്മാ സീഖലഹാ അഹ്ലുഹാ, ജഹന്നമിലേക്ക് അതിൽ പാർക്കാനുള്ള അതിന്റെ അവകാശികളെ അതിന്റെ ചാരത്തേക്ക് തെളിച്ചു കൊണ്ടുവരുമ്പോ, നരകത്തിന്റെ ആളുകള് അതിന്റെ ചാരത്തേക്ക് സമീപത്തേക്ക് കൊണ്ടുവരുമ്പോ, ആ സമയത്ത് തൽഖാഹും ലഹ്ബുഹാ, ജഹന്നമിന്റെ അഗ്നിജ്വാലകൾ അപ്പോൾ തന്നെ അവരെ എതിരേൽക്കും. സുമ്മ തൽഫഹുഹും ലഫ്ഹതൻ ഫലം യബ്ഖ ലഹും ലഹ്മുൻ, അതിന്റെ അടുത്ത് ചാരത്തേക്ക് അദാബിന്റെ മലക്കുകൾ ഇവരെ പിടിച്ച് കയറിട്ട് ചങ്ങലയിൽ ബന്ധിച്ച് കൊണ്ടുവന്ന് അടുത്തെത്തുമ്പോഴേക്ക് തൽഖാഹും ലഹ്ബുഹാ, അതിന്റെ ആ തീനാമ്പുകൾ, തീജ്വാലകൾ ഇവരെ എതിരേൽക്കും. സുമ്മ തൽഫഹുഹും ലഫ്ഹതൻ, ഒരൊറ്റ നക്കിത്തുടക്കലാണ്. ആ നക്കിത്തുടക്കലിൽ തന്നെ നബി തങ്ങൾ പറയുന്നു ഫലം യബ്ഖ ലഹും ലഹ്മുൻ, ആ അഗ്നിജ്വാലകൾ എവിടെയൊക്കെ സ്പർശിച്ചുവോ അവിടെയൊന്നും മാംസമുണ്ടാവുകയില്ല, അവിടെയൊക്കെ അസ്ഥിയായിരിക്കും വെളിവായി കാണുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പടച്ചോനെ, ഞങ്ങൾക്കത് താങ്ങാനുള്ള കരുത്തില്ല റബ്ബേ, നീ പുറത്ത് കൊണ്ട റഹ്മാനെ. നമുക്ക് ദുആ ചെയ്യാം. വഹും ഫീഹാ കാലിഹൂൻ, എന്നിട്ട് അല്ലാഹ് പറയാണ് ഇതൊക്കെ ഉണ്ടാകും. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. എടാ മനുഷ്യന്മാരെ, നരകത്തിലുള്ള ആളുകളെ നോക്കി അല്ലാഹ് പറയും, അല്ല മനുഷ്യന്മാരെ, അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും, എന്റെ ആയത്ത് നിങ്ങളുടെ മേലിൽ ഓതപ്പെട്ടിരുന്നല്ലോ. പെരുമ്പാവൂർ പള്ളിയിൽ വെച്ച് ദുനിയാവ് എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നല്ലോ. പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ കേട്ടിരുന്നല്ലോ. എന്റെ ഖുർആനിലൂടെ അത് വളരെ വസ്തുനിഷ്ഠമായി പല ഭാഗങ്ങളിൽ ഞാൻ ഉണർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അലം തകുന്നായാതി തുത്ലാ അലൈക്കും, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ അതിൽ വിശ്വസിച്ചവരായിരുന്നല്ലോ. എന്നിട്ടോ ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങളത് നിസ്സാരവൽക്കരിച്ചു, നിങ്ങളത് അവഗണിച്ചു. ദുനിയാവല്ല ഞങ്ങളെ ജീവിതം ആഖിറത്തിലാണ്, പരലോകാണ്, പടച്ചോന്റെ പൊരുത്താണ്, സ്വർഗാണ് വലുത് എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കി ജീവിച്ച മനുഷ്യ, നിന്റെ ജീവിതം സാക്ഷി, നിന്റെ പ്രവർത്തനങ്ങൾ സാക്ഷി. നീ ഭൗതിക ലോകത്തെയാണ് പ്രേമിച്ചത്. ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങളത് കളിയാക്കല്ലേ ചെയ്തത്. അപ്പൊ കുന്തും ബിഹാ തുകദ്ദിബൂൻ, എന്റെ ആയത്ത് നിങ്ങൾ ധിക്കരിച്ച് തള്ളിയില്ലേ. ആ സമയത്ത് നരകാവകാശികളായ, നരകത്തിൽ വീണ ഭൗതിക പൂജകരായ, ഭൂമി പൂജകരായ, ധനപൂജകരായ ആളുകൾ നരകത്തിൽ വെച്ച് വിലപിച്ചു പറയും, ഖാലൂ റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. അവർ പറയും, നരകത്തിലേക്ക് കിടക്കുന്ന പല്ലിളിച്ചിരിക്കുന്ന ആളുകൾ, മുഖത്തുള്ള അസ്ഥി, മുഖത്തുള്ള മാംസവും തൊലിയുമെല്ലാം ഉരുകി ഒലിച്ചു പോയ നിലയിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അവിടെ വെച്ച് പറയും, ഖുർആനാണ് പ്രിയപ്പെട്ടവരെ, ഇതൊരു കിതാബിൽ ഒരു മഹാൻ പറഞ്ഞതല്ല, ഖുർആനാണ്.
അവരവിടെ വെച്ച് വിലപിച്ചുകൊണ്ട് പറയും, റബ്ബനാ വലബത് അലൈനാ ശിഖ്വതുനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലബത് അലൈനാ ശിഖ്വതുനാ, ദൗർഭാഗ്യം ഞങ്ങളെ പരാജയപ്പെടുത്തി. ഭാഗ്യദോഷം കൊണ്ടാണ് പടച്ചോനെ ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നത്. വലബത് അലൈനാ ശിഖ്വതുനാ, ഞങ്ങളുടെ നിർഭാഗ്യമാണ് റബ്ബേ ഇത്. എന്നാൽ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. വകുന്നാ ഖൗമൻ ളാലിൻ, ഭൂമിയിൽ വെച്ച് ഞങ്ങൾ വഴിപിഴച്ചു. ഭൂമിയിൽ വെച്ച് നീ ഞങ്ങളോട് പറഞ്ഞത് സ്വർഗത്തിന്റെ വഴിയിലൂടെ നടക്കാനാണ്. നീ ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളെ പ്രബോധകന്മാർ മുഖേന അറിയിച്ചതും സിറാത്തുൽ മുസ്തഖീമിലൂടെ നീങ്ങാനാണ് പഠിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾ ദുനിയാവിന്റെ വഴിയിലൂടെ തന്നെ മരണം വരെ സഞ്ചരിച്ചു. വകുന്നാ ഖൗമൻ ളാലിൻ, ഞങ്ങൾ അവിടെ വെച്ച് പിഴച്ചാണ് ജീവിച്ചത്. പഠിച്ചവനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങളെ ഭാഗ്യക്കേടാണല്ലോ റബ്ബേ. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ലളാലിമൂൻ. റബ്ബനാ, പഠിച്ചോനെ, റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, ഇതിൽ നിന്നൊന്ന് പുറത്താക്കി താ റബ്ബേ, ഇതിൽ നിന്നൊന്ന് മോചിപ്പിക്ക റബ്ബേ. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, ഈ അദാബിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ റബ്ബേ. ഫഇൻ ഉദ്നാ, ഞങ്ങൾ വീണ്ടും ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് പറഞ്ഞു വിടൂ, പഴയ ജീവിതത്തിലേക്ക് ഒരു അവസരം നീ ഒന്നുകൂടെ തരൂ റബ്ബേ. ഫഇൻ ഉദ്നാ, ഞങ്ങൾ വീണ്ടും നീ പറഞ്ഞതനുസരിക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് ഫഇന്നാ ളാലിമൂൻ, ഞങ്ങൾ ധിക്കാരികളാണ്, ഞങ്ങൾ അക്രമികളാണ്, ഞങ്ങൾ മോശപ്പെട്ടവരാണ്. അതിനൊരു അവസരം താ റബ്ബേ, ഒന്ന് ഞങ്ങൾ പോയി നോക്കട്ടെ. പോയി നോക്കിയിട്ട് ഞങ്ങൾ ദുനിയാവിനോടുള്ള പ്രേമം വലിച്ചെറിഞ്ഞ് നിന്റെ മാർഗത്തിലൂടെ ജീവിക്കാനുള്ള ഒരു സന്മനസ് ഞങ്ങൾ കാണിക്കാനുള്ള അവസരം താ റബ്ബേ. അതിനുള്ള അവസരം കൊണ്ട് റബ്ബേ, ഇത് നിർഭാഗ്യമാണ്, ഭാഗ്യക്കേടുകൊണ്ട് പറ്റിപ്പോയതാണ്. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഒരു ചാൻസ് കൂടെ തരൂ റബ്ബേ, ഒറ്റ ചാൻസ് താ റബ്ബേ, ഞങ്ങളൊന്ന് മടങ്ങിപ്പോട്ടെ. പിന്നെ ഞങ്ങൾ ആ അവസ്ഥ ആവർത്തിക്കുകയാണെങ്കിൽ ഫഇന്നാ ളാലിമൂൻ, ഞങ്ങൾ തന്നെയാണ് ളാലിമീങ്ങള്, ഞങ്ങൾ സമ്മതിച്ചോളാം പഠിച്ചോനെ. ആ സമയത്ത് ഖാല, അല്ലാഹ് പറയുന്നു, ഖാല ഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. ഖാല, അല്ലാഹ് പറയും, ഇഖ്സഊ ഫീഹാ, മാറി നിൽക്കണടാ ഇവിടുന്ന്. ആരപ്പ എന്നോട് സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നത്? മാറി നിൽക്കൂ. ഇഖ്സഊ ഫീഹാ, മാറി നിൽക്കൂ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കൂ നിന്ദരായിട്ട്. വലാ തുകല്ലിമൂൻ, എന്നോട് മിണ്ടാൻ നിങ്ങൾ വരരുത്. വലാ തുകല്ലിമൂൻ, നിങ്ങൾ ആരും തന്നെ എന്നോട് സംസാരിക്കരുത്. അന്ന് തൊട്ട് സംസാര സ്വാതന്ത്ര്യം പോലും, അവരുടെ ആവശ്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും, വിലപിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും, വേദനിക്കുമ്പോൾ അട്ടഹസിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുമെന്നാണ് ഈ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ അപകടം. അപ്പൊ അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് ഈ ദുനിയാവ് കൊണ്ട് വന്നെത്തുന്നത് എന്താണെന്നാണ് ഈ ഖുർആൻ പറഞ്ഞത്. എല്ലാ നിലയിലും പൊതുവായ ശത്രുവാണ്. അള്ളാഹുവിന്റെ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുടെ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ ശത്രു കൂടിയാണ്. എന്തേ നരകാവകാശികളായ ദുർമാർഗികൾ ചെയ്ത പ്രധാന തെറ്റ്? നരകത്തിൽ വീണ ആളുകൾ ചെയ്ത പ്രധാന തെറ്റെന്താ? മദ്യപിച്ചതല്ല, വ്യഭിചരിച്ചതല്ല, മോഷണം നടത്തിയതല്ല. അതിനൊക്കെ കാരണമായ ഭൗതിക പ്രേമം. അതിൽ നിന്നാണല്ലോ ഇതൊക്കെ ഉത്ഭവിക്കുന്നത്. ഒരാൾക്ക് ഈ ദുനിയാവിനോട് പ്രേമല്ല, അള്ളാഹുവിനോടും അള്ളാന്റെ ദീനിനോടും ആണെങ്കിൽ അതൊന്നും വരൂല്ലല്ലോ. അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ അവിടെയാണല്ലോ. അതാണ് നബി പറഞ്ഞത്, റഅ്സു കുല്ലി ഖതീഅ, ഹുബ്ബുദ് ദുനിയ റഅ്സു കുല്ലി ഖതീഅ. എല്ലാ തിന്മയുടെയും എല്ലാ നാശത്തിന്റെയും അടിസ്ഥാന കാരണമാണ്. നരകാവകാശികൾ എന്ത് തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവിടെ വീണത്? അല്ലാഹ് പറഞ്ഞു, സൂറത്തുൽ ബഖറയുടെ 86-ാമത്തെ വചനം എടുത്തു പരിശോധിച്ചു നോക്കൂ. ഉലൈകല്ലദീന ഇശ്തറൗൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ. ആ നരകക്കാരെ തെറ്റെന്തേ? എന്തേ അവർക്ക് പിഴവ് പറ്റിയത്? എവിടെയാ ഫാൾട്ട്?
ഉലൈകല്ലദീന ഇശ്തറവുൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ. അവർ കച്ചവടം നടത്തി. എന്ത് കച്ചവടം? ഇശ്തറവുൽ ഹയാത്തദ് ദുനിയാ, ഈ ലോകത്തെ അവർ വാങ്ങി. ഏതിനു പകരമാണ് വാങ്ങിയത്? ഏത് വിറ്റിട്ടാണ് വാങ്ങിയത്? ബിൽ ആഖിറ, ആഖിറം വിറ്റ് അവർ ദുനിയാവ് വാങ്ങി. അതാണ് പ്രശ്നം. ഉലൈകല്ലദീന ഇശ്തറവുൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ് വലാ ഹും യുൻസറൂൻ. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവർക്ക് ശിക്ഷയിൽ ഒരളവും കിട്ടൂല. ഒരു ഇളവും ഒരു ലഘൂകരണവും ശിക്ഷയിലുണ്ടാവില്ല. വലാഹും യുൻസറൂൻ, ഒരു സഹായവും ഒരു പിടിവള്ളിയും അവർക്ക് അവിടെ വെച്ച് കിട്ടൂല. ആർക്ക്? ആഖിറത്തിന് പകരം ദുനിയാവ് വിറ്റവർ. ദുനിയാവ് കൊണ്ട് കച്ചവടം ചെയ്തു, ആഖിറ അങ്ങോട്ട് കൊടുത്തിട്ട് ദുനിയാവ് ഇങ്ങോട്ട് വാങ്ങി. ഇങ്ങനെയുള്ള ആളുകൾ, അവർക്കൊരു സഹായവും കിട്ടൂല, ശിക്ഷയിൽ ഒരു ഇളവും കിട്ടൂല, അവർ നരകത്തിൽ ശാശ്വതമായിരിക്കുമെന്ന് എത്ര ഭാഗത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഒരുപാട് ഭാഗത്ത്. അതുകൊണ്ട് ദുനിയാവിന്റെ നാശം വളരെ വളരെ ഗുരുതരമാണ്. ആയതിനാൽ എന്താണ് ദുനിയാവ്, അതിന്റെ വിപത്തുകളും നാശങ്ങളും ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് വരുന്നത്? ഇത്ര വലിയ കഠിന ശത്രുവായിരുന്നിട്ടും അള്ളാഹു അതിനെ പടച്ചതിന്റെ പിന്നിലുള്ള യുക്തി എന്ത്? ഇതൊക്കെ നമ്മൾ പഠിക്കണം. അത്ര വലിയ അള്ളാഹിന്റെ തന്നെ ശത്രുവാണെങ്കിൽ അള്ളാഹു ഇത് പടക്കേണ്ടി ഉണ്ടായിരുന്നോ? ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാഹു ഇങ്ങനെ പടക്കാനുണ്ടായ കാരണമെന്തേ? ഇതൊക്കെ നാം പഠിക്കണം. ദുനിയാവ് എന്ന ഇഹലോകത്തിന് ദുനിയ എന്ന പേരോടുകൂടെ പരിശുദ്ധ ഖുർആനിൽ 115 ഭാഗങ്ങളിൽ അള്ളാഹു വിമർശിച്ചിരിക്കുന്നു. ഈ ലോകത്തിന് ദുനിയ എന്ന പേര് കൊടുത്തിട്ട് എന്താ ദുനിയ എന്ന് പറഞ്ഞ അർത്ഥം? ദുനിയ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ പറയാറുണ്ടല്ലോ ദുനിയാവ് വല്ലതുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക വലിയൊരു സാധനമാണ്. അല്ല, ദുനിയ എന്ന് പറഞ്ഞ ചീപ്പ് വസ്തു, താഴ്ന്ന വസ്തു, ഒരു മാർക്കറ്റും ജനങ്ങൾ കൽപ്പിക്കാത്ത വസ്തു, ധനി എന്ന് പോന്നതാ ദുനിയ. ഈ പ്രയോഗമാണ് ഈ ലോകത്തിന് അള്ളട്ട പേര്. 115 സ്ഥലങ്ങളിൽ ദുനിയ എന്ന് പറഞ്ഞ അള്ളാഹ് വിമർശിക്കുകയും പഠിപ്പിക്കുകയും ഉപമിക്കുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ എത്രയെത്ര ഭാഗത്ത് ദുനിയാവിനെ കുറിച്ച് അല്ലാഹു പറയുന്നു. അല്ലായാത്തുൽ വാരിദത്തു ഫീ ദമ്മിൽ ഖുർആൻ. ഖുർആനിനെ വിമർശിക്കുന്ന ആയത്തുകൾ, ദുനിയാവിനെ വിമർശിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ കസീറ, വളരെ അധികമുണ്ട്. എന്നല്ല അക്സറുൽ ഖുർആൻ ഫീ ദമ്മി ദുനിയ വസ്റഫിൻ നാസി അൻഹാ. ഖുർആനിന്റെ 90% ആയത്തുകളുടെയും പ്രമേയം ഫീ ദമ്മി ദുനിയ, ഈ ലോകത്തെ കുറ്റപ്പെടുത്താനും, പിന്നെ വസ്റഫിൽ ഖൽഖി അൻഹാ, ജനങ്ങളെ അതിൽ നിന്ന് അകറ്റാനും മാറ്റാനും അതിനോടുള്ള താല്പര്യം കുറക്കാനും, വദഅവതിഹിം ഇലൽ ആഖിറ, ആഖിറത്തിലേക്ക് ക്ഷണിക്കാനുമാണ് അല്ലാഹു ഉപയോഗപ്പെടുത്തിയത്. 90% ആയത്തും ഖുർആനിലെ 90% ആയത്തുകളുടെയും പ്രമേയം അങ്ങനെ തന്നെയാണ്. ആഖിറത്തിലേക്ക് ക്ഷണിക്കുക, ഈ ലോകത്തോടുള്ള താല്പര്യം കുറക്കുക, ഇതിനു വേണ്ടി അല്ലാഹു ഉപയോഗപ്പെടുത്തിയത്. അത്ര വലിയ ഗൗരവമാണ് ഇതിനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പോ ഒരു വിലയില്ലാത്ത സാധനം എന്ന നിലയിൽ വിലയില്ലല്ലോ. ധാരാളം ഹദീസുകൾ മുമ്പ് കേട്ടതല്ലേ. മദ്ദുന്യാ ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ദുനിയാവ് തുലനം ചെയ്ത് മനസ്സിലാക്കുമ്പോ തമ്മിൽ ഉള്ള അന്തരം നിങ്ങൾ അറിയാൻ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാമെന്ന് മുസ്തഫായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. മദ്ദുന്യാ ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് ചേർത്തി നോക്കി ഈ ലോകത്തിന്റെ അവസ്ഥ. ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഉസ്ബുഅഹു ഫിൽ യമ്മി ഫല്യൻദുർ ബിമാ യർജിഉ. നിങ്ങളിൽ ഒരാൾ കടൽക്കരയിൽ ചെല്ലുക, കടൽക്കരയിൽ ചെന്നിട്ട് അവന്റെ ഒരു വിരൽ വിശാലമായ സമുദ്രത്തിൽ മുക്കുക, എടുത്തിട്ട് ഫല്യൻദുർ ബിമാ യർജിഉ വൻദുർ ഇലാഹാഹുന ഉൻദുർ ഇലാഹാഹുന ഹാദിഹി ദുനിയാ വതിൽകൽ ആഖിറ. അങ്ങനെ കടൽക്കരയിൽ ചെന്ന് വിരല് മുക്കിയെടുക്കുക, എന്നിട്ട് നോക്കുക. ഫല്യൻദുർ ബിമാ യർജിഉ, എന്താണ് ഈ സമുദ്രത്തിൽ നിന്ന് എന്റെ കയ്യിൽ പിടിച്ചതെന്ന് നോക്കുക.
ഉന്നുർ ഇലാഹുന, മുന്നിലുള്ള പാരാവാരമായ സമുദ്രത്തിലേക്ക് നോക്കുക. ഹാദിഹി ദുനിയാ വതിൽകൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഈ കയ്യിൽ പറ്റിപ്പിടിച്ചതാ മക്കളെ ദുനിയാവ്, ഇതിലുള്ള മുഴുവൻ കുട്ടിയൻ അതാണ്. വഹവതിൽകൽ ആഖിറ, അതാണ് ആഖിറം. ഏത്? ആ സമുദ്രം പോലെ കിടക്കുന്നത്. ലൗ കാനത്തി ദുനിയാ തുസിനു ഇൻദല്ലാഹി ജനാഹ ബഊല മാ സഖൽ കാഫിറ ശുർബത മാ. അല്ലാഹു ഈ ലോകത്തിന് ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വിലയെങ്കിലും നൽകിയിരുന്നെങ്കിൽ, ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വിലയെങ്കിലും ഈ ലോകത്തിന് മൊത്തം അല്ലാഹ് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ, മാ സഖൽ കാഫിറ ശുർബത മാ, ഒരു കുമ്പിൽ വെള്ളം ഒറ്റ കാഫിറിനും അല്ലാഹു കൊടുക്കില്ലായിരുന്നു. ഇഷ്ടംപോലെ കാഫിറുകൾക്ക് കൊടുത്തു. എന്തേ? കാരണം അള്ളാന്റെ അടുത്ത് ഒരു വിലയില്ലതിന്. എന്നാൽ സ്വർഗീയ ആനന്ദം, സ്വർഗത്തിലെ സ്വത്ത്, സ്വർഗത്തിലെ സുഖം അതവർക്ക് കിട്ടുകയില്ല. അത് അല്ലാഹുവിങ്കൽ വിലയുള്ളതാണ്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. സൂറത്തുൽ അഅറാഫിൽ കാണാം, നരകക്കാരായ ആളുകൾ സ്വർഗക്കാരെ വിളിക്കും. അപ്പൊ എന്താ? സ്വർഗത്തിലെ ജീവിതമൊക്കെ ലൈവായി കാണാൻ ഇവർക്ക് അവസരം കൊടുക്കും. എന്താ സ്വർഗവാസികളുടെ സുഗന്ധത്തെ അവർ കഴിക്കുന്നത്, ഏത് മണിമാളികകളിലാണ് അവർ താമസിക്കുന്നത്, കാണാനുള്ള സൗകര്യം നരകക്കാർക്ക് കൊടുക്കും. അവർ ലൈവായി ഇതിങ്ങനെ കാണും. സ്വർഗക്കാര് കുടിക്കുന്നതും സുഖിക്കുന്നതും ഭക്ഷിക്കുന്നതും കാണും. നരകക്കാർ ഇവിടെ എരിപിരി കൊള്ളുമ്പോ ദാഹിച്ച് പരവശരായി ക്ഷീണിച്ച് വിശന്ന് വലഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, സ്വർഗക്കാരെ ഈ നരകക്കാരോട് വിളിക്കും. എന്താ? അന്നഫീലു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. പൊന്നു ചങ്ങാതിമാരെ, കുറച്ച് വെള്ളം കേട്ട് ഒഴിച്ചു തരൂ. എത്ര വെള്ളങ്ങളാണ് നിങ്ങൾ കുടിക്കുന്നത്? കുറച്ച് വെള്ളം കേട്ട് ഒഴിച്ചു തരൂ. അന്നഫീലു അലൈനാ മിനൽ മാ, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് നിലവാരം കുറഞ്ഞ ഒരു കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴുക്കി തരൂ. ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അപ്പക്കഷ്ണം എടുത്ത് എറിഞ്ഞു തരൂ. ഒന്നുകിൽ ലേശം ഭക്ഷണം തരൂ, അല്ലെങ്കിൽ വെള്ളം തരൂ. ഖാലു, സ്വർഗ്ഗക്കാർ പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, ഈ ദിവസം കാഫിറുകൾക്ക് അല്ലാഹ് ഇത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ദുനിയാവിൽ ഇഷ്ടം പോലെ കിട്ടിയല്ലോ, മതി മറന്ന് കുടിച്ചല്ലോ, രമിച്ചല്ലോ, ഭക്ഷിച്ചല്ലോ, ആനന്ദിച്ചല്ലോ, തുള്ളിച്ചാടിയല്ലോ. അതുകൊണ്ട് അവിടെ മറന്ന ആളുകൾക്ക് അല്ലാഹ് ഇവിടെ ഇത് ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ സ്വർഗീയ സുഖം അത് കിട്ടൂല, അത് കിട്ടൂല, അത് കൊടുക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന്റെ അപകടങ്ങൾ നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര ആയത്തുകളും ഹദീസുകളും നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇപ്പൊ ദുനിയാവ് എന്താണ് എന്നതാണ് ഈ വിവരണത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയത്. പക്ഷേ ലോകത്തെക്കാലത്തും മനുഷ്യൻ പരിഗണന നൽകിയത് ദുനിയാവിനാണ്. സ്നേഹത്തിന്റെ, ബഹുമാനാദരവുകളുടെ, അധികാരത്തിന്റെ എല്ലാം മാനദണ്ഡം എന്നും ദുനിയാവാണ്. എന്നും ദുനിയാവായിട്ടാണ് ജനങ്ങൾ പരിഗണിച്ചത്. എന്താണ്? അതിനു വേണ്ടിയുള്ള പടയോട്ടമാണ്. മനുഷ്യൻ അതിനു വേണ്ടി പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പോള സംസ്കാരം എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ഈ ദുഷിച്ച സ്വഭാവം മുസ്ലിം ഉമ്മത്തിനെയും നന്നായി സ്വാധീനിച്ചിരിക്കുന്നു. എല്ലാം നോക്കിക്കാണുന്നത് കച്ചവട കണ്ണോടെയാണ്. ഞാൻ അവിടെ പോയാൽ എനിക്കെന്താ ലാഭം കിട്ടുക? ഉപ്പാനെ കൊന്നിട്ടാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഭാര്യയെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും കിട്ടുമോ? ഇങ്ങനെ കച്ചവട മൈൻഡ്, കമ്പോള സംസ്കാരം, അതിലാണ്. ആ സംസ്കാരത്തിൽ മനുഷ്യബന്ധങ്ങൾക്കും മനുഷ്യ മൂല്യങ്ങൾക്കും സ്ഥാനമില്ല. അത്തരം നല്ല ഗുണങ്ങളെല്ലാം അവിടെ കുഴിച്ചു മൂടപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഹറാമിലൂടെ സമ്പന്നനായ പണക്കാരനായ ഒരു മകൻ ഒരു കുടുംബത്തിലെ ഹറാമിലൂടെ പണക്കാരനായ ഒരു മകനും ദരിദ്രനായ ഭക്തനായ മുത്തഖിയായ പടച്ചോനെ പേടിക്കുന്ന ഒരു കൂലിപ്പണിക്കാരനായ ദരിദ്രനുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് പോലും പ്രിയ ആരോടായിരിക്കും? അതിനുത്തരം പറയണ്ട. ഈ മത്സരമാണ് നബി തങ്ങൾ പേടിച്ചത്. എന്റെ ഉമ്മത്തെ, നിങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ വിഷയത്തിൽ ഞാൻ പേടിക്കുന്നില്ല. വലാകിന്നി അഖ്ശാ അലൈക്കും അൻ തബ്സുത അലൈക്കും ദുനിയാ. ഇഷ്ടം പോലെ പണം കിട്ടിയിട്ട് ഫതനാഫസുഹാ, നിങ്ങൾ അതിനു വേണ്ടി പടയോട്ടം നടത്തുക, മത്സരം നടത്തുക. ഈ മത്സരമാണ് ഞാൻ പേടിക്കുന്നത്. ഈ മത്സരത്തിനിടയിൽ
മാതാപിതാക്കൾക്ക് മക്കൾ വേണ്ട, മക്കൾക്ക് മാതാപിതാക്കൾ വേണ്ട, ഒന്നും വേണ്ട. മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട, പണം ഉണ്ടെങ്കിൽ മതി. ഒരു വണ്ടി മേടിച്ചതുപോലെയാണ്. അവനിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാ അവൻ വേണം. മറ്റോ നല്ല ഭക്തനൊക്കെ, പക്ഷെ പാവ എന്നാ അവൻ വേണ്ട. മാതാപിതാക്കൾക്ക് മക്കൾ വേണ്ട, മക്കൾക്ക് മാതാപിതാക്കൾ വേണ്ട. എന്റെ ഉപ്പ പൊന്നുപ്പ എന്നെ പോറ്റി വളർത്തി എത്ര പൈസ ചെലവാക്കിയാണ് എന്നെ പഠിപ്പിച്ചത്. ആ ഉപ്പാന്റെ പൊരുത്തം ഞാൻ നോക്കണം. എന്തിനാ നോക്കണം? എനിക്ക് സുഖം കിട്ടണ വഴിക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നു. എന്തിനാ വാപ്പനെ നോക്കണത്? ഞാൻ എന്റെ കാര്യം നോക്കുക. അതാണ് കമ്പോള സംസ്കാരം. അവിടെ ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. ഈ കമ്പോള സംസ്കാരം. TV കൊച്ചുബാവ എന്ന് പറയുന്ന കഥാകാരൻ തീൻമേശയിലേക്ക് നിലവിളികളോടെ എന്നൊരു കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല ഒരു ഓർമ്മ വരികയാണ് ഇപ്പൊ ആ കഥ. ഈ ഒരു മനുഷ്യന്റെ മൈൻഡ് അതിന് നല്ലൊരു മകുടോദാഹരണമാണത്. എന്താ അദ്ദേഹം അവതരിപ്പിച്ച കഥ? അതിലെ കഥയിലെ പ്രധാന കഥാപാത്രം കബീറാണ്. കബീർ ഗൾഫിൽ 7 വർഷം കഠിനാധ്വാനം ചെയ്തു. കിട്ടിയ പണമെല്ലാം നാട്ടിലേക്ക് ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്തു. ഭാര്യ അതുകൊണ്ട് ചിലവ് നടത്തി നല്ല ഒരു വീട് പണിതു. വീടിന്റെ പണി പൂർത്തിയായി എന്ന് കബീറിന് ഗൾഫിലേക്ക് വിവരം കിട്ടിയപ്പോ കബീർ ആ വീട്ടിൽ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം താമസിക്കാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുന്നതിനിടയിലാണ് ഭാര്യയുടെ ഒരു കത്ത്. കത്തിന്റെ ഉള്ളടക്കം എന്താണെന്നറിയോ? അയൽക്കാരൻ ബാലകൃഷ്ണൻ ഒരു ജീപ്പ് മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മിനിമം ഒരു മാരുതി വാനെങ്കിലും നമുക്കും വേണ്ടേ, അല്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ. ഇത് കത്തിന്റെ ഉള്ളടക്കം വായിച്ച് ഗ്രഹിച്ച കബീർ യാത്ര മാറ്റിവെച്ചു. നാട്ടിലേക്ക് പോകാൻ സമയമായിട്ടില്ല, ഒരു കൊല്ലവും കൂടെ നീളട്ടെ. എന്തേ കാരണം? മാരുതി വാൻ വാങ്ങാനുള്ള കാശ് കയ്യിലില്ല. അങ്ങനെ അതിനുള്ള കാശ് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. അവിടെ വാഹനം വാങ്ങി, വാഹനത്തിന് ഡ്രൈവറെയും നിയമിച്ചു എന്ന കത്ത് കിട്ടിയപ്പോ കബീർ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. ഒരുക്കത്തിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് കബീർ ഗൾഫിൽ വെച്ച് മരിക്കുകയാണ്. മരിച്ച കബീറിന്റെ മൃതദേഹം കോഴിക്കോട് വിമാനത്താവളം വഴിയാണ് വരുന്നത്. കബീറിന്റെ മൃതശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി വിമാനത്താവളത്തിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങവേ പുതിയ വാനിന്റെ ഡ്രൈവർ കാസിം കബീറിന്റെ ഭാര്യ പാത്തുവിനോട് ചോദിച്ചു, അല്ല ഇക്ക ഏതായാലും മരിച്ചുപോയി, ഇനിയിപ്പോ നിങ്ങൾക്കും കുട്ടികൾക്കും ജീവിക്കണ്ടേ? അത് അള്ളാന്റെ വിധിയാണ് ഇക്കാന്റെ മരണം. നിങ്ങൾക്കും കുട്ടികൾക്കും ജീവിക്കണ്ടേ? അതിന് ഞാൻ കാണുന്ന മാർഗം ഈ വാൻ വാടക കോടിച്ച് അതുകൊണ്ട് ജീവിക്കലാണ്. പക്ഷേ ആദ്യം തന്നെ ഇതിലേക്ക് മയ്യത്ത് കയറ്റിയാൽ ജനങ്ങൾ അത് അപശകുനമായി കാണില്ലേ? അതുകൊണ്ട് ഇക്കാന്റെ മയ്യത്ത് കൊണ്ടുവരാൻ നമുക്കൊരു ആംബുലൻസ് വിളിക്കാം, നമുക്ക് ഇതിൽ പോകാം. കഠിന ദുഃഖത്തിലാണെങ്കിലും അവൾ പറഞ്ഞുപോയി, അതെ അങ്ങനെ മതി. അങ്ങനെ വിമാനത്താവളത്തിൽ പഴയ ഒരു ആംബുലൻസിൽ കബീറിന്റെ മയ്യത്ത് കയറ്റി പുതിയ വാനിൽ അദ്ദേഹത്തിന്റെ മക്കളും കുടുംബവും യാത്ര ചെയ്യുന്നതിനിടെ ആ പരേതാത്മാവിന്റെ ആത്മകഥം, മരിച്ചുപോയ ആളുടെ പ്രതിഷേധം കൊച്ചുബാവ എഴുതി വെക്കുന്നുണ്ട്. എന്താ? എനിക്ക് ഇഷ്ടം എന്റെ പ്രിയപ്പെട്ടവളുടെയും മക്കളുടെയും കൂടെ കിടക്കാനായിരുന്നു എന്റെ ഇഷ്ടം. എന്നാലും എന്റെ ഭാര്യ ബുദ്ധിമതിയാണ്, കാലത്തിനനുസരിച്ച് നീങ്ങാനും ജീവിക്കാനും പഠിച്ചവളാണ്. അയാൾ എഴുതി വെക്കുക, എന്റെ ഭാവനയാണത്. എന്നിട്ടോ ഈ മൃതദേഹവും കൊണ്ടുള്ള ആംബുലൻസും അതിനെ അനുഗമിക്കുന്ന വാനും കോഴിക്കോട് കല്ലായി പാലത്തിനടുത്തെത്തിയപ്പോ വാൻ ഓടിക്കുന്ന കാസിമിന്റെ രണ്ടാമത്തെ ചോദ്യം, ഇനി പുതിയ വീട്ടിൽ നിങ്ങളല്ലേ താമസിക്കേണ്ടത്? അതുകൊണ്ട് ആദ്യം തന്നെ ആ പുതിയ വീട്ടിലേക്ക് മയ്യത്ത് കയറ്റുന്നതിന് അപലക്ഷണമല്ലേ? അതുകൊണ്ട് മയ്യത്ത് നമുക്ക് തറവാട്ടിലേക്ക് കൊണ്ടുപോകാം. ഈ അഭിപ്രായം ഉന്നയിച്ചപ്പോ മരിച്ചുപോയ കബീറിന്റെ പിതാവ് അയാളെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ വിട്ടുകൊടുത്തില്ല. എനിക്കും നിങ്ങൾക്കും പറയാം, നാം മറവ് ചെയ്താൽ വീട്ടിലേക്ക് തിരിച്ചു പോവുമല്ലോ, പിന്നെ ഇത്തയും കുട്ടികളുമാണല്ലോ പുതിയ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഇത്ത പറയട്ടെ. അവൾ പറഞ്ഞു, എങ്കിൽ തറവാട്ടിലേക്ക് കൊണ്ടുപോകാം മയ്യത്ത്. 6-7 വർഷക്കാലം 8 വർഷക്കാലം ചോര നീരാക്കി കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവളെയും മാതാപിതാക്കളെയും നാടും വീടും വിട്ടേച്ച് കഠിനാധ്വാനം ചെയ്തിട്ട് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോയ ഭർത്താവിനോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹം, ഇതാണ് കമ്പോള സംസ്കാരം. ഇത് മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ചു. എന്തുകൊണ്ട് ഹുബ്ബുദ്ദുനിയാ, ഈ ലോകത്തോടുള്ള പ്രേമം. ഇൻഷാ അല്ലാഹ് ഇത് വലിയൊരു സബ്ജക്റ്റാണ്. പലപ്പോഴും കുറേശ്ശെ ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം കുറെ പറയാണ്ട്. കാരണം ഖുർആന്റെ 90% ആയത്തുകൾ ഇതാന്ന് പറഞ്ഞല്ലോ. 115 ഭാഗങ്ങളിൽ ദുനിയ എന്ന നാമത്തോടുകൂടെ ഈ ലോകത്തെ അള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ. അല്ലാഹു ഈ മായാലോകത്തിന്റെ പിടിയിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.